Hi everybody, welcome to my channel Biju George TV Tips. ഇന്ന് നമ്മുടെ അടുത്ത് നാഷണലിൻ്റെ ഒരു ടേപ്പർ കാർഡാണുള്ളത്. ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് ഒത്തിരി നാൾ യൂസ് ചെയ്യാതിരുന്നിട്ട് ഇതിൻ്റെ ബെൽറ്റ് പൊട്ടിപ്പോയി. അപ്പോൾ ഇത് റിപ്പയർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. റിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും അറിയാനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇതാണ് നമ്മൾ റേഡിയോയുടെ ഗ്യാങ് തിരിക്കുന്നത്. ഇതാണ് ഹെഡ്, ഇത് പിഞ്ച് റോളർ, ഇതതിൻ്റെ പുള്ളി, ഇതതിൻ്റെ മോട്ടർ. ഈ മോട്ടറാണ് ഇതെല്ലാം കറക്കുന്നത്. ഇവിടെ ഒരു ഫ്ലൈ വീൽ ഉണ്ടാവും, റബ്ബർ അതിനെ ചേർത്ത് പിടിക്കുന്നത്. ഇത് എറൈസ് ചെയ്യുന്ന ഹെഡാണ്, മാഗ്നറ്റാണ്, എറൈസിങ് മാഗ്നറ്റ്. റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ പ്രയോജനമുള്ളത്. ഇതിപ്പോഴത്തെ ഈ ഐ സികളാണ് ചെറിയ രീതിയിൽ. ഇപ്പോഴേ ഏറ്റവും പുതിയ മോഡൽ ഐ സികൾ വന്നിരിക്കുന്നതായിട്ട് ഇങ്ങനെയാണ്. SMD ടൈപ്പ് ഐ സികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ലെഗുള്ള ടൈപ്പായിരുന്നു, നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത് ഇതുണ്ടോ, വേരിയബിൾ കപ്പാസിറ്റർ ഇരിക്കുന്നുണ്ടോ. ഇത് വേരിയബിൾ കപ്പാസിറ്ററാണ്. ഇതുണ്ട് ഇതിനകത്ത് ഈ സാധനം ഞാനത് കാണിച്ചു തരാം. ഇതുണ്ട്, എനിക്ക് തൊടുമ്പോൾ അത് ഡിഫോക്കസ് ആവുന്നുണ്ട്. ഇത് വേരിയബിൾ കപ്പാസിറ്ററാണത്. സ്റ്റാർട്ടിങ് ടൈമിൽ ഗാങ് കണ്ടൻസറിനകത്ത് ഉണ്ടായിരുന്നു. ഇത് ക്രിസ്റ്റൽസാണ്, ഫ്രീക്വൻസി കടത്തി വിടുന്നതിന് ഏതോ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്, അത് മാത്രമേ കടത്തി വിടത്തുള്ളൂ. അപ്പോൾ ഇത് ഗാങ് കൺട്രോളർ. ഇത് നമ്മൾ തിരിക്കുന്നുണ്ടെയാണ്. ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കുന്നത് ഈ നോബ് ഇട്ടിട്ട് ഇങ്ങനെ തിരിക്കുന്നുണ്ടേ. ഇത് ഒരു മിനിറ്റേ, ഈ നോബ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ തിരിക്കുന്നുണ്ടെയാണ് ഇതിൻ്റെ ഗിയറിൽ പോയിട്ട് ടച്ച് ചെയ്തിട്ട് അത് തിരിയുന്നത്. അതനുസരിച്ചാണ് സ്റ്റേഷൻ മാറുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇപ്പോൾ ഇതിൻ്റെ മെക്കാനിസം. ടേപ്പ് റിക്കാർഡ്, ഏതെങ്കിലും ഒരു ടേപ്പ് റിക്കാർഡ് ഇട്ട് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം. ഇത് കൊള്ളത്തില്ല. എൻ്റെ അടുത്ത് നല്ല ക്യാസറ്റുകൾ ഇല്ലിപ്പം, വളരെ കുറവാണ്. ഈ കാസറ്റ് ബെൻഡായിപ്പോയി. ഇത് പണ്ടത്തെ കാലത്ത് ഇങ്ങനൊരു മീറ്റർ ഉണ്ടായിരുന്നു. വളരെ അപൂർവത്തിൽ ഇങ്ങനെ മീറ്റർ വരാറുള്ളായിരുന്നു. അത് ഇത് കണ്ടോ, ഇത് മീറ്റർ. ഇത് പിഞ്ച് റോളറൊക്കെ വളരെ മോശം അവസ്ഥയിലാണ്. ഓക്കെ.